38-ാം ദിവസം രാവിലെ 11 മണി. എന്റെ പൊന്നോക്കി, നീ എന്തിനാ വെറുതെ ആ ചുട്കിയോടൊക്കെ വായ കൊടുക്കാൻ പോകുന്നത്? അവളൊരു ഫേക്ക് ഗെയിമറാണ്. അവളിവിടെ നിൽക്കുന്നത് തന്നെ ഫേക്ക് ആയിട്ട്. നീ എന്തിനാ അവളോട് സംസാരിച്ചേ? എന്റെ പൊന്ന് മിസ്റ്റർ ഭീമേ, നിങ്ങൾ തന്നെ പറ. ഞാൻ ചുമ്മാ അകത്തിരിക്കായിരുന്നു. ഇവള് എന്തോ കാര്യം പറയേണ്ടത് സ്ഥലം ഇവിടെ കൊണ്ടുവന്നിട്ട് എൻ്റെ അടുത്ത് ഒന്നും രണ്ടും എന്തിനാണ്ടി അമ്മ എന്നെ വിളിച്ചു ചോദിച്ചാ അവൻ്റെ മെക്കെട്ട് കയറുന്നു. അല്ല, ഈ ഷോയിൽ തന്നെ ഇല്ലാത്ത ഒരാളാണ് എൻ്റെ ഏട്ടൻ. എൻ്റെ ഏട്ടൻ എന്തിനാ ഇവിടെ എടുത്തിരുന്നത്? എൻ്റെ ഏട്ടനടുത്ത് ഇവളെല്ലാം ഏതവനാണെങ്കിലും ഞാൻ ചോദിച്ചിരിക്കും. അപ്പം ഞാൻ ചുമ്മാ വിടുമോ? എൻ്റെ ഏട്ടനെ പറഞ്ഞു, ഞാൻ അവളുടെ അമ്മയെ പറഞ്ഞു. അത്രേ ഉള്ളൂ. അതിലൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. കുടുംബക്കാരെ വിളിച്ചിട്ടുണ്ട് ഒരു ഷോ അല്ല ഇത്. ഇവിടെ നമ്മളിൽ നിന്ന് പുറത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അല്ലാതെ ഇവന്മാരുടെ ഓരോ കോപ്പിലെ വർത്താനം കേട്ട് വെറുതെ ഇരിക്കാനില്ല. ഇനി ഇവിടതുപോലെ വല്ല കോപ്പിലെ വർത്താനം എൻ്റെ അടുത്ത് പറയാമെന്ന മോനെ മിസ്റ്റർ ബീനെ, നീ നോക്കിക്കോ. ഞാൻ എന്തെങ്കിലും മുഖത്തടിച്ച പോലെ പറയും. എൻ്റെ കലിയറിഞ്ഞ എൻ്റെ കോപമാണെങ്കിൽ എന്നെ പിടിക്കാൻ കിട്ടില്ല. അതുകൊണ്ട് മോനെ, എനിക്ക് 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 ഈ ടോപ്പിക് സംസാരിക്കാൻ താല്പര്യമില്ല മിസ്റ്റർ ബീനെ. എനിക്കിത് സംസാരിച്ച് എൻ്റെ തല പെരുത്ത് കയറും. ഓക്കെ 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 ഓക്കെ, എനിക്ക് മനസ്സിലായി. എനിക്ക് നിന്റെ സിറ്റുവേഷൻ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, വിട്ടേക്ക്. ഞാൻ ചോദിക്കുന്നില്ല, വിട്ടേക്ക്.